ശരിക്കും പറഞ്ഞ പൈനാപ്പിൾ വെച്ച് ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കുന്നതിന് മുന്നേ വരെ ഇതെങ്ങനെ ഉണ്ടാവും ഇതിന്റെ ടേസ്റ്റ് എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇത് ഉണ്ടാക്കി നോക്കിയപ്പോഴേ ശരിക്കും ഒരു ഞെട്ടിക്കുന്ന ടേസ്റ്റ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. എന്നാൽ പിന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. ഇത് ഉണ്ടാക്കാനായി ഞാനിവിടെ ഇതുപോലെ ചെറിയ 2 പൈനാപ്പിൾ ആട്ടോ എടുത്തേക്കുന്നത്. ഇതിൻ്റെ ആ തോലൊക്കെ കളഞ്ഞതാണ്ട് ഇതുപോലെ അങ്ങ് അരിഞ്ഞെടുത്ത് അങ്ങോട്ടങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, ഇത് എരിവില്ലാത്ത മുളക് പൊടിയാട്ടോ. കൂടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ആവശ്യത്തിന് കുറച്ച് മാത്രം ഉപ്പ്, ഒരുപാട് ഉപ്പൊന്നും ചേർക്കണ്ട, ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്താൽ മതിയാവും. കൂടെ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്കിത് നല്ലപോലെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. കൈവച്ച് തന്നെ നല്ലപോലെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കാട്ടോ. ഇതുപോലെ അങ്ങ് മിക്സ് ആക്കി അങ്ങ് മാറ്റി വെക്കാം. ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയാവും. ഇത് ഒരു 10 മിനിറ്റ് ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ ഈ പൈനാപ്പിൾ ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ആവശ്യത്തിന് മാത്രം. ഈ എണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും നമ്മൾ സാധാ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഈ പൈനാപ്പിൾ ഒക്കെ അങ്ങോട്ട് എടുത്തങ്ങോട്ട് വെച്ചു കൊടുക്കാം. ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റം കേട്ടോ. കുട്ടികളെ സഹിതം എല്ലാവരും ചോദിച്ചു വാങ്ങിച്ചു കഴിക്കും. അത്രയ്ക്കൊരു ടേസ്റ്റാ. മസ്റ്റ് ട്രൈ ആയിട്ട് എന്നൊക്കെ പറയല്ലേ, അതുപോലൊരു ഐറ്റം കേട്ടോ. ഈ പൈനാപ്പിൾ കിട്ടുമ്പോൾ ഒരു വട്ടമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ എന്റെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ. ഇതുപോലെ എല്ലാം അങ്ങ് വെച്ച് നിരത്തി അങ്ങോട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആവുമ്പോഴത്തേക്കിനും നമ്മൾ സാധാ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ മറുഭാഗവും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഞാനിപ്പോ ദാണ്ട് ഇതെല്ലാം ഒന്ന് തിരിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ഫ്രൈ ഇവിടെ റെഡി ആകും കേട്ടോ. ഇത് കാണുമ്പോഴേ എനിക്ക് കഴിക്കാൻ തോന്നും കേട്ടോ. ഒരു വട്ടം ട്രൈ ചെയ്തപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിന്റെ ടേസ്റ്റ്. അപ്പൊ അതാണ്ട് ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ പരുവം വരെയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതിയാവും. ഇനി ഞാൻ ടേസ്റ്റ് നോക്കിപ്പിക്കാൻ എന്റെ ഇത്താടെ മോന്റെ കൊടുക്കുക കേട്ടോ. അവൻ ഇതിന്റെ അഭിപ്രായം പറയും. തിന്നോക്ക്, എങ്ങനെയുണ്ട്? സൂപ്പർ.